ഇന്നത്തെ നമ്മളുടെ അതിഥി നമ്മളുടെ സ്വന്തം ശ്രീനേട്ടനാണ്. ഹായ് ശ്രീനേട്ട, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. ക്രിസ്മസിന് നഗരഭാരതി നടുവിൽ ഞാൻ എന്ന് പറയുന്ന ഞാനാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേക്ക് എഴുതിയിരിക്കുന്നത്. അതിൽ പ്രധാന റോൾ അഭിനയിച്ചത്. അത് ഇറങ്ങാൻ പോകുന്നു. അതാണ് സിനിമാ സംബന്ധമായ രീതിയിലുള്ള വിശേഷം എന്ന് പറയാനുള്ളത്. ഇതിലെ ക്യാരക്ടർ മറ്റ് എന്തെങ്കിലും സവിശേഷതകൾ ഉള്ള ആളാണോ ഈ കഥാപാത്രം എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ബിലോ ഏവറേജ് സാമ്പത്തിക ശേഷിയുള്ള അങ്ങനെയുള്ള ഒരാളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെയൊക്കെ സരസമായിട്ടാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ആ സരസമായി കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഈ സിനിമയെ തന്നെ ചിലപ്പോൾ സരസമാക്കുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു. ആ അർത്ഥത്തിൽ തന്നെ ആളുകൾ എടുക്കുമ്പോഴേ ഞാൻ തോന്നലിന് പ്രസക്തിയുള്ളൂ. തീർച്ചയായിട്ടും. അതെ. ഇപ്പോൾ ശ്യാമളയിലെ ക്യാരക്ടർ, പിന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾ മദ്യപാനിയും ചുട്ടു കളിക്കുന്ന ആളും അങ്ങനെ തോന്നിയ പോലെ അയാൾ നടക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ അയാൾ വീട്ടിലേ വരാതായപ്പോൾ അത്തരം ഒരു പ്രതിസന്ധിയെ വലിയ ഒരു പിന്നെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് നേരിട്ട ആളാണ് ശ്യാമള. അപ്പം അവിടെ ആ ശ്യാമളയ്ക്ക് വേണമെങ്കിൽ അത്തരം ഒരു സന്ദർഭത്തിൽ വഴിതെറ്റിപ്പോവാം, വഴിപഴച്ചു പോവാം, ജീവിക്കാൻ വേണ്ടി എന്ത് മാർഗവും സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാം വേണമെങ്കിൽ. നമ്മുടെ അറിവില്ലായ്മയും പ്രതിസന്ധികളാണ് രണ്ടും കൂടെ ചേർന്ന. സംഗീത ചേച്ചി പറയണ്ടായി 100% ശ്രീനേട്ടൻ വിളിച്ചതുകൊണ്ടാണ് ഈ ചിത്രത്തിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ ആ ഹോം മേക്കർ എന്നുള്ള സംഗീത ചേച്ചിയിൽ നിന്ന് എങ്ങനെയാണ് അഭിനേത്രീനെ തിരിച്ചു കൊണ്ടുവന്നത്? അല്ല, തിരിച്ചു കൊണ്ടുവന്നത് പിന്നെ ഞാൻ പല കാര്യങ്ങളും നമ്മളിപ്പം സ്വന്തമായ ഒരാളെടുക്കുന്ന തീരുമാനത്തിൽ കടന്നു കയറി അവരെ ആക്രമിക്കാൻ പാടില്ലല്ലോ. ശരിക്കും മലയാളികൾക്ക് ഒരു വലിയ എന്താ പറയുക നഷ്ടമായിരുന്നല്ലോ ഇത്രയും കാലം ചെയ്യാതിരുന്നത്. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ഇങ്ങനെ ഒരു നല്ലൊരു ക്യാരക്ടറിലൂടെ തന്നെ. പക്ഷെ അവർക്ക് എന്ന് വെച്ചാൽ പിന്നെ അതിന് ഒരു കർട്ടൻ ഇട്ട് കഴിഞ്ഞതാണുള്ളത്. അപ്പോൾ കുറച്ച് തീരുമാനങ്ങളല്ല അത്. അപ്പോൾ വേറൊരു രീതിയിലാണ് ഞാനവിടെ പോകാനുള്ള കാര്യങ്ങളുണ്ടായത്. ഒരു സൗഹൃദത്തിൻ്റെ വിഷയമൊക്കെ അതിനകത്ത് കടന്നു വന്നു. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മൾ മറക്കും. നമ്മൾ ബുദ്ധിമുട്ടിയാലും തിരക്കിട്ടില്ല, അയാൾക്ക് അത് ഗുണകരമാകുമെങ്കിൽ അത്തരം ഒരു പോയിന്റ് തന്നെയാണ് ഞാൻ സംഗീതയോട് സംസാരിച്ചതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സാഹചര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു, ഗാന്ധിജിയെ പോലുള്ള ആൾക്കാർ രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം നിരാഹാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇരുന്ന് കഴിഞ്ഞാൽ മരിച്ചു പോയില്ലേ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തതിൻ്റെ അത്രയൊന്നും വരുന്നില്ലല്ലോ ഇത്. വലിയ വലിയ കമ്പാരിസൺസ്. അങ്ങനെ ഫ്ലോറൻസ് നൈറ്റിംഗേലിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ചൂഷണവും കാര്യങ്ങളും അതൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലങ്ങൾ ഇന്നുമുണ്ട്. നമ്മൾ അത്രയും വെല്ലുവിളി ഏറ്റെടുക്കേണ്ട കഥാപാത്രങ്ങൾ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സിനിമയിൽ അധികമൊന്നും ഉണ്ടാവാറില്ല. പണ്ട് പിന്നെ ആളുകൾ കഥാപാത്രങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് വിദേശ സിനിമകളിലൊക്കെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഗുഡ് എർത്ത് എന്ന് പറയുന്ന നോവൽ സിനിമയായപ്പോൾ പോൾ മുനി എന്ന് പറയുന്ന ആക്ടർ, ചൈനീസ് പശ്ചാത്തലത്തിലുള്ള നോവലാണ്, വേളസ് ബെക്കൻ്റെ നോവലാണ്. ഇതിനകത്ത് 2 പേര് ക്യാമറ ചെയ്തിട്ടുണ്ട്. പപ്പു എന്ന് പറയുന്ന സെക്കൻഡ് ഷോ എന്നൊക്കെ പറയുന്ന സിനിമ ക്യാമറ ചെയ്തത് പപ്പുവാണ്. കൂടുതൽ ദിവസങ്ങൾ അദ്ദേഹമാണ് ഇതിനകത്ത് ക്യാമറമാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറെ 2-3 സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പിന്നീട് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ സമീർ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹമാണ് ക്യാമറ ചെയ്തത്. അവരൊക്കെ എന്ന് വെച്ചാൽ നല്ല എൻത്യൂസിയാസമുള്ള ആൾക്കാരാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇല്ലാത്ത എനർജി ഉണ്ടായി വരും. പിന്നെ ഒരു സിനിമയുടെ പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു 10-20 പേര് കാണും.